കഴിഞ്ഞ ദിവസമാണ് വരാനിരിക്കുന്ന T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രഖ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മലയാളി ക്രിക്കറ്റ് ആരാധകരായിരിക്കും. 13 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിൽ നിന്നൊരു താരം ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു. IPL മത്സരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വന്നിട്ടുള്ള ഇന്ത്യയുടെ സ്ക്വാഡിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ശിവൻ ദുബെ ബാറ്റ്സ്മാൻമാരുടെ ലിസ്റ്റിൽ വരുന്ന താരങ്ങൾ ഇവരൊക്കെയാണ്. വിരാട് കോഹ്ലി ആരാധകർക്ക് ചെറിയൊരു ആശങ്ക ഈ സെലക്ഷന് മുമ്പുണ്ടായിരുന്നു. T20 വേൾഡ് കപ്പിൽ കോഹ്ലിയെ പരിഗണിക്കില്ല എന്നൊരു വാർത്തയൊക്കെ നേരത്തെ പ്രചരിച്ചിരുന്നു. ആ വാർത്തകൾക്കൊന്നും കഴമ്പില്ല എന്ന് ഇതോടെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഓൾറൗണ്ടർമാരുടെ പേരുകളാണ് ഇന്ത്യക്ക് ശരിക്കും ആശങ്ക നൽകുന്നത്. അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ഹർദിക് പാണ്ഡ്യ ഈ 3 പേരും ഇപ്പോൾ അത്ര നല്ല ഫോമിൽ അല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. IPL-ലെ ഈ ഇമ്പാക്ട് പ്ലേയേഴ്സിനെയൊക്കെ ഇറക്കുന്ന നിയമം വന്നതിന് ശേഷം ഇന്ത്യയിൽ നല്ല ഓൾറൗണ്ടർമാർ പിറവിയെടുക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആവാം BCCIക്ക് ഇവരല്ലാതെ മറ്റോപ്ഷൻ ഇല്ലാതെ പോയതും. കുൽദീപ് യാദവ്, ചഹൽ, അഷ്ദീപ് സിംഗ്, ബുംറ, സിറാജ് ബോളർമാരുടെ പട്ടികയിലേക്ക് ചഹലിന്റെ തിരിച്ചുവരവ് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഇതുകൂടാതെ സ്റ്റാൻഡ് ബൈ പ്ലേയേഴ്സായി ഗില്ലും, റിങ്കു സിംഗും, ഖലീൽ അഹമ്മദും, ആവേശ് ഖാനും ഉൾപ്പെടുന്നു. റിങ്കു സിംഗിന്റെ പേര് സ്റ്റാൻഡ് ബൈ പ്ലേയേഴ്സിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ എന്ന ചോദ്യവും അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. T20 വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് പല താരങ്ങളെയും ഉൾപ്പെടുത്താത്തത് ചിലർക്കെങ്കിലും അതൃപ്തിയുണ്ട്. എങ്കിലും ഏറെക്കുറെ ആരാധകരൊക്കെ ഈ സെലക്ഷനിൽ സംതൃപ്തരാണ്. ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി ഉണ്ടെങ്കിലേ ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കൂ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതൊക്കെ സത്യമായി ഭവിക്കട്ടെ. 2024-ലെ T20 ലോകകപ്പ് ഇന്ത്യ നേടുമ്പോൾ സഞ്ജു സാംസൺ അതിലൊരു നിർണായക സ്വാധീനമായി നിറഞ്ഞു നിൽക്കുന്നു എന്ന വാർത്ത നമുക്ക് നൽകുന്ന അഭിമാനം ഒട്ടും ചെറുതായിരിക്കില്ല. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.